വെള്ളാപ്പള്ളി നടേശൻ വലിയ ആഘോഷ തിമിർപ്പിൽ നിൽക്കുകയായിരുന്നു. SNDPയുടെ അമരത്തെത്തിയിട്ട് 30 വർഷം, 3 ദശകം, പത്മ അവാർഡിൻ്റെ തിളക്കത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ കിടക്കുന്നു, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്നുള്ള അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ താനില്ലെങ്കിൽ SNDP ഇല്ല എന്നുള്ള രീതിയിലാണ് വെള്ളാപ്പള്ളി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് സമയം കൂടി വന്നിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു പതനം. അതുകൊണ്ട് ഇതിന് വളരെ പ്രസക്തി ഏറുകയാണ്. എന്തായിരിക്കും ഇനിയും വെള്ളാപ്പള്ളിയുടെ നിലപാടും കാര്യങ്ങളും? അല്ല, ഇത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി CN രവി സാർ അവരുടെ വിധി വളരെ സുപ്രധാനമായ വിധിയാണ്. 2013 അവരുടെ വാസു എന്ന് പറയുന്ന ഒരാളും പിന്നെ ശശീന്ദ്രൻ എന്ന് പറയുന്ന സാനു ശശീന്ദ്രനും കൊടുത്ത ഹർജിയിലാണ് ഈ വിധി വന്നിട്ടുള്ളത്. ഇതുവരെ ഈ വിധികൾ മാറ്റിവെച്ചിരുന്നു. അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ ധർമ്മയോഗത്തിനകത്ത് നടക്കുന്ന ഒരു കുത്തക മാത്രം ഇരിക്കുന്നു എന്നുള്ള വിധിയാണ് ഈ സാനുവും ശശീന്ദ്രൻ മാഷും നമ്മുടെ ഹൈക്കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിധിന്യായം കേട്ടപ്പോൾ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പത്മതിളക്കത്തിലൊക്കെ ഇരുന്നത് ഒരു ഇതിലേക്ക് പോയി. പക്ഷേ SNDPക്കകത്ത് ഒരു ജനാധിപത്യ പ്രക്രിയ വേണമെന്ന് ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു സന്തോഷമാണ്. കാരണം കുത്തകയായിട്ട് ഒരു കുടുംബം ഇത് കൈകാര്യം ചെയ്യുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്ന ആ പരമോന്നത ഇത് ഒരു മാറ്റം വരാത്തത് കൊണ്ടാണ് വിദ്യാസാഗർ പോലുള്ളവർ വിമർശിച്ചു പോയിട്ടുള്ളത്. വ്യവസായ പ്രമുഖനായിട്ടുള്ള നമ്മുടെ ഗോകുലം ഗോപാലൻ സാറ്, അതിൽ തന്നെ ഉണ്ടായിരുന്ന ബിജു രമേശ് തുടങ്ങിയവരെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ച് മാറി ധർമ്മസംഘങ്ങളെന്ന് പറഞ്ഞ് വേറെ ഏത് രൂപീകരിച്ചു. എങ്കിലും ഇദ്ദേഹം മൊത്തത്തിലുള്ള പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെയുള്ള SNDP യോഗ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ശ്രീ വെള്ളാപ്പള്ളി മുന്നിട്ട് നിന്നത് ആ സംഘടനാ സ്വാധീനവും ഒരു സമുദായം കയ്യിലുണ്ടെന്നുള്ള ആ ഒരു കുങ്കുണ്ടായിരുന്നു. അതിന് ബഹുമാനപ്പെട്ട കോടതി വിധി അദ്ദേഹത്തിനൊരു തിരിച്ചടിയായിരിക്കുന്നു. ആ പത്മപ്രഭ പുരസ്കാരത്തിനൊരു തിളക്കവും കുറഞ്ഞിരിക്കുന്നു. ഇനി ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീലും കാര്യങ്ങളും രാവിലെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളും കണ്ടത് ഹയർ കോടതിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഹയർ കോടതിയിലേക്ക് പോകുമ്പോൾ ഈ പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ടുള്ള ഈ 13 കൊടുത്തിട്ടുള്ളവർക്ക് അനുകൂലമാകുകയുള്ളൂ. കാരണം ജനാധിപത്യ പ്രക്രിയയിൽ 2013 മുതൽ 2026 വരെ ഒരു വോട്ടിംഗ് ശതമാനം വച്ച് എലക്ഷൻ മാൻഡേറ്ററി എന്നുള്ള നിലയിൽ ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പ് നോക്കി വോട്ട് ചെയ്തതല്ല. ഇതാണ് ഒരു KB ശ്രീകുമാർ എന്നും പറഞ്ഞിട്ട് ഒരാൾ വിമർശിച്ച് പോകാൻ കാര്യം അതാണ്. ഇപ്പോൾ പ്രസിഡൻറ്റിനെതിരെ, സെക്രട്ടറിക്കെതിരെ, ദേവസ്വം സെക്രട്ടറിക്കെതിരെ, മകനെതിരെ, ഇങ്ങനെ 14 മെമ്പർമാർക്കെതിരെ ആ പാനലിന് മൊത്തം ഹൈക്കോടതി വിമർശനം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ഭാവി എന്താണ് നിയമപരമായിട്ടുള്ളതുകൊണ്ട് കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുവാൻ കഴിയുന്നതല്ല. അവരുടെ വക്കീലുകൾ നേരെ ഹയർ കോടതിയിൽ പോകും. ഹയർ കോടതി പോയാലും സീനിയർ വക്കീലന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ കീഴ്ക്കോടതി വിധി തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുക്കുമെന്നുള്ളൊരു ദ്വരവും ചില സീനിയർ മോസ്റ്റ് ഇതുപോലെ ആർട്ടിക്കിൾ ഓഫ് മെമ്മോറാണ്ടങ്ങൾ കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാർ പറയുന്നത്. എന്തു വന്നാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മുടെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ കെട്ടിയിട്ടുള്ള ഈ ഒരു ആഘാതം ചില്ലറ ആഘാതമൊന്നുമല്ല. കാരണം പുള്ളി നയപരമായ രീതിയിൽ ഉള്ള നിൽപ്പാണ്. കേന്ദ്രത്തിൽ ഗവൺമെൻറ്റിന് പുള്ളിയുടെ സൈഡിൽ ആളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും പുള്ളിയുടെ ആളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകനായിട്ടൊക്കെ മതിൽ കെട്ടിയപ്പോൾ ഈ പല മണ്ഡലങ്ങളിലും വലിയ വെല്ലുവിളിയൊക്കെ ഉയർത്തിയാണ് വെള്ളാപ്പള്ളി നിൽക്കുന്നത്. അതെ, പറവൂരിൽ VD സതീശനെതിരെ ആഞ്ഞടിക്കുകയാണ്. അപ്പൊ ഇനി അതിനൊക്കെ ശക്തി കുറയുമോ എന്നുള്ളതാണ്. അല്ല, ഈ ഒരു കോടതി വിധി ചിലപ്പോൾ അതിന് അനുകൂലമായിരിക്കാമെന്നല്ല. KCക്കെതിരെ അവിടെ ശക്തമായി പ്രവർത്തിച്ചതാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ മദ്യത്തിൻ്റെ ബഹളത്തിന് എതിരെയാണ് നമ്മുടെ VM സുധീറിൻ്റെ സമരവും പദയാത്രകളും അവിടെ നടത്തിയത്. അതുകൊണ്ടാണ് VM സുധീറിനെ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് കെട്ടിപ്പിച്ചത്.
VM സുധീരൻ തോറ്റത് വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ്. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തൊരു KS മനോജ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് പരാജയം ഏറ്റുവാങ്ങിയത്, CPM-ന്റെ. അപ്പോൾ ഇത്തരത്തിലൊക്കെ വച്ച് നമുക്ക് നോക്കുകയാണ് എങ്കിൽ ഈ ദ്രോഹിച്ച നേതാക്കളെല്ലാം ഇന്ന് സന്തോഷവന്മാരാണ്. അവരെല്ലാം, നമ്മൾ പറയില്ലേ, നമ്മുടെ പൂർവികർ മുകളിലിരുന്ന് നമ്മൾ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന പോലെ, ഈ ശിക്ഷകൾ ജനാധിപത്യ പ്രക്രിയയിൽ തോൽപ്പിച്ചവരും എല്ലാം ഇന്ന് സന്തോഷവാന്മാരാണ്. അപ്പോൾ ഇത് കാലം മാറ്റിവെച്ചൊരു കാവ്യനീതി എന്നൊക്കെ നമ്മൾ പുരാണങ്ങളിലും കവിതകളും പറയുന്ന പോലെ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി മുകളിലുണ്ട്. ആ ശക്തി ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കുമെന്നുള്ളതിനൊരു തെളിവാണ് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ ഇത് വന്നിട്ടുള്ളത്. അപ്പം അവരുടെ അണിയാളികൾ പറയുന്നു ശക്തിയുക്തം തിരിച്ചു വരും, ഇത് നിയമപഴുതുകൾ തെറ്റാണ്. പക്ഷെ കോടതി പറയുന്നത് SNDPയുടെ ആ രജിസ്ട്രേഷനിലും ആർട്ടിക്കിളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂലങ്കുഷമായ 28 ദിവസത്തെ വാദവും ജനാധിപത്യ പ്രക്രിയയിൽ പുതിയ വോട്ട് കൊടുക്കണമെന്നുണ്ട്, പുതിയ വോട്ട് ഉള്ളവരെ പുതുക്കണമെന്നുണ്ട്. ഇതെല്ലാം നോക്കി 13 മുതൽ ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പിൽ ആ ജനാധിപത്യ പ്രക്രിയ ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള ഒരു വിധിയാണ്. അപ്പം ഇന്ത്യൻ ജനാധിപത്യ ജുഡീഷ്യറി കൊണ്ട് പരമോന്നത അധികാര പവറിനെക്കാളും ബഹുമാനപ്പെട്ട കോടതികൾക്ക് ഇവിടെ അധികാരമുണ്ടെന്നുള്ളതിൻ്റെ ഒരു സുപ്രധാന വിധി ഇത്തരത്തിലുള്ള സാമുദായിക സംഘടനാ നേതാക്കൾക്ക് ഒരു പാഠമാകണം. ഇതിൻ്റെ പാഠം ഇനി NSSനും വരണം. NSSും ഇതാണ്. ബഹുമാനപ്പെട്ട സുമാരൻ നായർ സാറും ഇതേപോലെ ധാർഷ്ട്യമാണ്. ഇപ്പോൾ ഒരു മന്ത്രിമാർ വന്നാൽ, ഇന്ത്യയുടെ 2ാമത്തെ പൗരനാണ് ഉപരാഷ്ട്രപതി, അദ്ദേഹം വന്നപ്പോൾ പോലും അവിടെ പുഷ്പാർച്ചന നടത്തുവാൻ പാടില്ല. മന്നം സമാധി ഒരേ സുപ്രധാനമായ മന്നം എന്താ പറയുന്നത്, ഇവിടുത്തെ ഹൈന്ദവ നവോത്ഥാനത്തിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ ഗുരുജി ഗോൾവേക്കറുമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് EMSന്റെ ദുർഭരണത്തിനെതിരെ സമരങ്ങൾ നയിച്ചിട്ടുള്ളവരാണ്. ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അധസ്ഥിതിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ 1 രൂപയും 1 പിടി അരിയുമെന്ന് പറഞ്ഞ് സമരങ്ങൾ ഇറങ്ങിയതാണ് R ശങ്കറും മന്നത്ത് പത്മനാഭനുമൊക്കെ. അപ്പോൾ അതൊരു സമുദായ നേതാവിനുപരി ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ നേതാവാണ് മന്നത്ത് പത്മനാഭൻ. അതിനാണ് അന്നത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഗുരുജി ഗോൾവേക്കർ പറഞ്ഞിട്ടുള്ളത്, മഹാനായ ഹൈന്ദവ നവോത്ഥാന നേതാവാണ് മന്നം R ശങ്കറുമെന്ന് ഗുരുജി ഗോൾവേക്കർ പറയേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള പഴയകാല NSSൻ്റെയും ഈ മന്നത്തിൻ്റെയും അതുപോലെ കിടങ്ങൂരിൻ്റെയും ഒക്കെ ജനകീയത ഇത്തരത്തിലുള്ള ജനറൽ സെക്രട്ടറിമാരെ കസേരയിൽ വന്നിരുന്ന് ധാർഷ്ട്യമാണ്. അവിടുത്തെ മന്നം സമാധി എന്ന് പറയുമ്പോൾ മന്നത്തിനെ പോലുള്ള ഒരു സാമുദായിക ആചാര്യ നേതാവ്, കേരള ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ന് ദേവസ്വം ബോർഡൊക്കെ പോകുന്ന പോക്കൾ എങ്ങനെയാണ്? മന്നമൊക്കെ ഇരുന്നപ്പോൾ രാജഭരണകാലത്തൊക്കെ പൊന്നു തമ്പുരാൻ ശ്രീ ചിത്തിരുന്നാൾ പറഞ്ഞത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം വന്നപ്പോൾ തമ്പുരാൻ്റെ നമ്മളെ കൊട്ടാരം രേഖകളിലുണ്ട്, യോഗ്യൻ മന്നമാണ്. ദേവസ്വം തിരുവിതാംകൂറിന് അങ്ങനെ ഒരു ബോർഡ് വരണമെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ പട്ടംതാണുള്ള സർക്കാർ വന്നപ്പോൾ ഒരു ബോർഡ് വരണമെന്ന് പറയുമ്പോൾ അതിനെന്താ സംശയം? ചിത്തിരുന്നാളാണ് പറഞ്ഞത്, മന്നത്തിനെ ആക്കൂ, ഹൈന്ദവർക്ക് വേണ്ടി വാദിക്കുക. അത് NSS നായർ സർവീസ് സൊസൈറ്റി എന്നല്ല, നാനാജാതി മതസ്ഥർ, അതിനകത്ത് ഹരിജനങ്ങൾ വരാം, ഗിരിജനങ്ങൾ വരാം, പിന്നോക്കർ വരാം, ദളിതർ വരാം, നായർ വരാം, ബ്രാഹ്മണർ വരാം. ഇതിനെയെല്ലാം ഒന്നിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തത് ആണ് മന്നം. അതിന് പൂർണ്ണ പിന്തുണ R ശങ്കർ സാറും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ട്, പട്ടംതാണുള്ള സാറും മുഖ്യമന്ത്രിയായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ചരിത്ര രേഖകളാണ്. അതിൻ്റെ കൂടെ രാഷ്ട്രീയ സ്വയം സേവാ സംഘമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ 2ാമത്തെ പൗരനൊക്കെ വരുമ്പോൾ ഒരു പുഷ്പം അർപ്പിക്കുവാൻ പോയാൽ സമ്മതിക്കുകയില്ല, എൻ്റെ നിന്ന് നേരത്തെ അനുവാദം മേടിച്ചിട്ടില്ല, ഇനി ഏവനായാൽ എന്തെന്ന് പറയുന്ന ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് ഈ 2 പരമോന്നത സമുദായ നേതാക്കൾക്ക് കോടതി വിധി കൂടി കൊടുത്തതിൽ ഒരു നല്ലൊരു സുപ്രധാനമായ ജനാധിപത്യ കോടതി വിധിയാണ്. അത് ഇനി ചില നേതാക്കൾക്കും മറ്റു ചില സാമുദായിക നേതാക്കൾക്കും കൂടി ഇത്തരത്തിലുള്ള വിധി വരുമ്പോൾ ഈ സാമുദായിക നേതാക്കളുടെ ആ ഒരു ഹുങ്ക് അവസാനിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.